നമസ്കാരം. പി.വി. അൻവറിന്റെ മാപ്പ് സ്വീകരിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അൻവറിന് മുന്നിൽ വാതിൽ അടച്ചിട്ടുമില്ല, തുറന്നിട്ടുമില്ല. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നിയമസഭയിൽ വി.ഡി. സതീശനെതിരെ 150 കോടി കടത്തിയെന്ന ആരോപണം ഉന്നയിച്ചത് പി. ശശി പറഞ്ഞിട്ടാണെന്ന് അൻവർ വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ വി.ഡി. സതീശനോട് അൻവർ മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയായിരുന്നു അൻവറിന്റെ മാപ്പ് സ്വീകരിച്ചതായി വി.ഡി. സതീശൻ പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയാണ് അൻവർ തെറ്റായ ആരോപണം ഉന്നയിച്ചതെന്ന് അന്നേ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം ചിരിച്ചു. മുഖ്യമന്ത്രി അറിയാതെ എം.എൽ.എക്ക് ആരോപണം ഉന്നയിക്കാനാകില്ല. നിങ്ങളെ ഓർത്ത് കരയണോ ചിരിക്കണോ എന്നാണ് അന്ന് ഞാൻ ചോദിച്ചത്. അൻവറിന്റെ വെളിപ്പെടുത്തലോടെ അന്നത്തെ ആരോപണം മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെയും ഗൂഢാലോചനയാണെന്ന് വ്യക്തമായി. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം പ്രതിരോധിക്കാൻ പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം കെട്ടിച്ചമയ്ക്കുകയായിരുന്നു. അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത് വിജിലൻസ് അന്വേഷിച്ച് തള്ളിയതാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ CPM ഉന്നതരെന്ന് നേരത്തെ പറഞ്ഞതാണ്. അതും അൻവർ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. വി.ഡി. സതീശനെതിരെ ഉന്നയിച്ച 150 കോടി രൂപയുടെ കോഴ ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശി ഡ്രാഫ്റ്റ് ചെയ്തതാണ് എന്നായിരുന്നു അൻവറിന്റെ ആരോപണം. പാർട്ടി തന്നെ ഏൽപ്പിച്ച ജോലി മാത്രമാണ് സ്പീക്കറുടെ അറിവോടെ താൻ ചെയ്തതെന്നും അതിന്റെ പാപഭാരം താൻ ഇപ്പോഴും ചുമക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ 150 കോടിയുടെ കോഴ ആരോപണം സഭയിൽ ഉന്നയിച്ചത് പി. ശശി നിർബന്ധം പിടിച്ചതുകൊണ്ടാണ്. അതും സ്പീക്കറുടെ അറിവോടെ. പിതാവിന് തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയും കുടുംബത്തെയും സഭയിലിട്ട് ആക്രമിക്കുന്നത് കണ്ടതിന്റെ മാനസിക സംഘർഷത്തിലാണ് അന്ന് താൻ ആ വിഷയം സഭയിൽ അവതരിപ്പിച്ചതെന്നും അൻവർ പറഞ്ഞു. പാർട്ടി ഏൽപ്പിച്ച കാര്യം മാത്രമാണ് താൻ ചെയ്തത്. പക്ഷേ വിജിലൻസ് അന്വേഷണത്തിൽ അതിൽ കഴമ്പില്ലെന്ന് തെളിഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ശത്രുവായി അവതരിപ്പിക്കാനാണോ അന്നങ്ങനെ ഒരു പ്ലാനിംഗ് നടന്നതെന്ന് അറിയില്ല. അന്ന് നടന്ന സംഭവത്തിൽ വി.ഡി. സതീശനുണ്ടായ മാനഹാനിക്ക് കേരള സമൂഹത്തോട് മാപ്പ് പറയുകയാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു. അതേസമയം നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ. മുരളീധരൻ വ്യക്തമാക്കി. കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. വി.എസ്. ജോയിയും ആര്യാടൻ ഷൗക്കത്തും മണ്ഡലത്തിലെ വോട്ടർമാരാണ്. സ്ഥാനാർത്ഥി ആരാവണമെന്നതിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. പി.വി. അൻവറുമായി സഹകരണം വേണമോ എന്നതിൽ ചർച്ചയുണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ പാർട്ടിയും മുന്നണിയുമാണ് തീരുമാനമെടുക്കേണ്ടത്. ഇക്കാര്യത്തിൽ ഇനിയാണ് ചർച്ചകൾ നടക്കേണ്ടതെന്നും കെ. മുരളീധരൻ പറഞ്ഞു. പി.വി. അൻവർ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാത്രമേ കാണുന്നുള്ളൂ. അതിൽ തനിക്ക് പരിഭവമൊന്നും ഇല്ലെന്നും മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലുടൻ UDF സ്ഥാനാർത്ഥിയും തീരുമാനിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത ദിവസം മുതൽ UDF സ്ഥാനാർത്ഥി നിലമ്പൂരിൽ പ്രചാരണത്തിന് ഇറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയനെതിരെ CPM-ൽ നിന്ന് തന്നെ എതിർപ്പ് ഉയരുന്നുണ്ടെന്നും കെ. മുരളീധരൻ ചൂണ്ടിക്കാട്ടി. അതേസമയം പി.വി. അൻവർ നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചത് മുസ്ലിം ലീഗുമായി കൂടി ആലോചിച്ചിട്ടല്ലെന്ന് P.K. കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. അൻവറിന്റെ രാജി സർപ്രൈസ് ആണെന്നും ഇക്കാര്യത്തിൽ ലീഗ് സ്വന്തമായി തീരുമാനം എടുക്കേണ്ട ഒന്നുമില്ലെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അൻവറിന്റെ രാജി ഞങ്ങൾക്ക് സർപ്രൈസാണ്. മാധ്യമങ്ങളിലൂടെയാണ് രാജിവെച്ച കാര്യം അറിയുന്നത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. അദ്ദേഹവുമായി സഹകരിക്കുന്നത് സംബന്ധിച്ച് ഇനി UDF ആണ് തീരുമാനമെടുക്കേണ്ടത്. ആദ്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. പിന്നീട് UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിനൊപ്പം ലീഗും നിൽക്കും. ലീഗ് സ്വന്തമായി തീരുമാനമെടുക്കേണ്ട ഒന്നും ഇക്കാര്യത്തിലില്ല. അൻവർ ഞങ്ങളുമായി ഒന്നും ആലോചിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അൻവർ ലീഗിനെ പുകഴ്ത്തി പറഞ്ഞതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നല്ലത് ആര് പറഞ്ഞാലും സന്തോഷമുണ്ടെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. വന നിയമത്തിനെതിരെ മലയോര ജനതയ്ക്ക് വേണ്ടി പോരാടാൻ MLA സ്ഥാനം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേരണമെന്ന് മമതാ ബാനർജി ആവശ്യപ്പെട്ടതിനാലാണ് നിലമ്പൂർ MLA പദവി രാജിവെച്ചതെന്ന് പി.വി. അൻവർ വ്യക്തമാക്കിയിരുന്നു. രാജിവെച്ച ഒഴിവിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും പകരം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ അറിയുന്ന DCC പ്രസിഡന്റ് V.S. ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശവും അൻവർ മുന്നോട്ട് വച്ചിരുന്നു.